ആളുകൾ ചോദിക്കും, യുവർ കൺട്രിയിൽ ഇങ്ങനെ നിങ്ങൾ ടോയ്ലറ്റ് വിശ്വസിക്കുന്നില്ല എന്ന് ചോദിക്കും. നമുക്ക് നാണക്കേടാണ്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നില്ല. എൻ്റെ ഇന്ത്യ, നമ്മുടെ ഇന്ത്യ, നമുക്കതിനെക്കുറിച്ച് ഭാരം ഉണ്ടായിരിക്കണം. ഇന്ത്യയുടെ സാമ്പത്തിക പുരോഗതിയിൽ നമുക്കൊരു ഉത്കണ്ഠയും ആവശ്യബോധവും ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഞാനിത് പറഞ്ഞതിൻ്റെ കാരണം, ഇന്ത്യയുടെ ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരണമെങ്കിൽ ഒരു ഭാഗത്ത് മനുഷ്യൻ ചന്ദ്രനിൽ പോകാൻ ശ്രമിക്കുന്നു, എന്നാൽ ഒറീസയിലും കർണാടകയിലൊക്കെയും രാജഗുരു സാറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇന്ത്യക്കാരിൽ ചിലർ നരഭോജികളായി മാറുന്നു, ക്രിസ്ത്യാനികളെ വേട്ടയാടുന്നു. ഇങ്ങനെയുള്ളൊരു ഇന്ത്യയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ മിഷനെക്കുറിച്ചാണ് പ്രവർത്തിക്കാൻ പോകുന്നത്. പക്ഷെ നമ്മുടെ രാജ്യത്തെക്കുറിച്ചൊരു ഒരു ഒരു ധാരണ ഉണ്ടായിരിക്കണം. ഇന്ത്യ വാസ്തവത്തിൽ വലിയ റിച്ച് ഹെറിറ്റേജ് ഉണ്ട്, നാച്ചുറൽ റിസോഴ്സ് ഉണ്ട്, ഹ്യൂമൻ റിസോഴ്സ് ഉണ്ട്. എങ്കിലും ഇന്ത്യയുടെ ബഹുഭൂരിപക്ഷം ആളുകൾ ദുഃഖത്തിലും വേദനയിലും കഷ്ടത്തിലും ജീവൻ്റെ തുടിപ്പില്ലാതെ, ആത്മീയ ജീവൻ്റെ അനുഭവമില്ലാതെ, യേശുവിനെ അറിയാതെ നിരാശയിലും പ്രത്യാശരഹിതരായി നരകത്തിലേക്ക് പാഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ ഇത്രയും ഇന്ത്യയെക്കുറിച്ച് പറയാൻ കാരണം, എൻ്റെ ജീവിതത്തിൽ ഒത്തിരി സ്വപ്നങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഇതുപോലൊരു ക്യാമ്പ് ഇച്ചിരി വ്യത്യാസമുണ്ട്. ഒരു 25 പേരുടെ ഒരു ക്യാമ്പ് 1965 തമിഴ്നാട്ടിലെ കോട്ടഗിരി വെച്ച് ഞാനൊരു ക്യാമ്പിൽ പങ്കെടുത്തു. ആ ക്യാമ്പിൽ പങ്കെടുത്ത സമയത്ത് മാത്യു പിതാമ സാറിനെ പോലെ ഇവാഞ്ചലിക്കൽ യൂണിയൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ചാണ്ടപ്പിള്ള സാറ് ഭയങ്കരമായൊരു മെസ്സേജ് ഞങ്ങളോട് സംസാരിച്ചു. 2 കാര്യം അദ്ദേഹം പറഞ്ഞ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. എത്ര വർഷം കഴിഞ്ഞു? 40 വർഷം കഴിഞ്ഞു. ഇപ്പോഴും 43 വർഷമായി. ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. ഒന്ന്, ഇന്ത്യയുടെ മാപ്പിനെ ചൂണ്ടിയിട്ട് പറഞ്ഞു, ഇന്ത്യ ഈസ് എ ഗ്രേറ്റ് കൺട്രി ബട്ട് ഇറ്റ്സ് എ കറപ്റ്റ് കൺട്രി. അന്ന് എനിക്ക് എത്ര വയസ്സുണ്ട്? 20 വയസ്സ്. കത്തുന്ന പ്രായം. ചാടാനും ഓടാനും പറക്കാനും എന്തിനും തയ്യാറുള്ളൊരു കാലഘട്ടം. ഞാൻ ആ കസേര ഇരിക്കുകയാണ്. ഇല്ല, പ്ലെയിനിലൊക്കെ ബെൽറ്റിട്ടില്ല വീഴുന്ന പോലെ ഇത് കേട്ടപ്പോൾ ജർക്കായിപ്പോയി. യൗവനം എന്ന് പറഞ്ഞൊരു ഭയങ്കര പ്രായമാണ്. ഒരു 70 വയസ്സുകാരനോട് ഇന്ത്യ ഈസ് എ കറപ്റ്റ് കൺട്രി എന്ന് പറഞ്ഞാൽ കറപ്റ്റ് ഞാനെന്താ വേണമെന്ന് ചോദിക്കും. എന്നാൽ അന്ന് 20 വയസ്സുള്ളപ്പോൾ ഞാൻ വിചാരിച്ചു, കർത്താവേ, ഐ മസ്റ്റ് ഡു സംതിങ് ഫോർ ഇന്ത്യ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ സ്വപ്നങ്ങളോടൊക്കെ വിട പറഞ്ഞിട്ട് അതിന് ശേഷമാണ് ഞാൻ ഉടനെ മിഷണറി ഒന്നും ആയില്ല, ഉപദേശമൊന്നും ആയില്ല. ഒരു വിദ്യാർത്ഥി എന്നതിൽ ഒരു മിഷണറി ആയി. ഇന്ന് നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുകയാണ്, ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. ഇൻ ദ ക്യാമ്പസ് യു മസ്റ്റ് ബിഗിൻ യുവർ മിനിസ്ട്രി. അതിന് തിയോളജി ഒന്നും വലിയ ആവശ്യമില്ല. ഞാൻ അന്ധനായിരുന്നു, എനിക്കിപ്പോൾ കാണാം. ആ കുരുടൻ്റെ സാക്ഷ്യമാണ് നമ്മുടെ ഈ സാക്ഷ്യം. ഞാനൊരു പാപിയായിരുന്നു, എനിക്ക് ലക്ഷ്യബോധമില്ലായിരുന്നു. എൻ്റെ കർത്താവ് എനിക്ക് ലക്ഷ്യബോധം തന്നു. ജീസസ് ഈസ് വണ്ടർഫുൾ എന്ന് നിങ്ങളെ സഹപാഠികളോട് പറയുവാൻ ഇപ്പോൾ ഒരു ഫാഷനായി മാറിയിരിക്കുകയാണ് യേശുവിനെ കുറിച്ചൊന്നും മിണ്ടായിരിക്കുന്നത്. പണ്ടൊക്കെ തന്നെ വിശ്വാസികൾ തലമുടി വെട്ടുന്ന ബാർബറിനോട് പോലും ഒരു കാര്യമേ പറയാനുള്ളൂ, അതെന്തുവാണ്? യേശു. ഇന്ന് സച്ചിനാണ്, അല്ലെങ്കിൽ വേറെ ആരെങ്കിലോ, മമ്മൂട്ടിയോ മോഹൻലാലോ. ഡയബറ്റീസോ ഹാർട്ട് ട്രബിളോ ഒക്കെ വന്ന് ഇവരൊക്കെ ലോകത്ത് നിന്ന് കടന്നു പോകും. എന്നാൽ നിത്യനായ കർത്താവിനെ ഉയർത്തുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ രണ്ടാമത് അദ്ദേഹം പറഞ്ഞ വാചകം, മറ്റൊരുത്തൻ രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. യേശു അല്ലാതെ ഒരു രക്ഷകൻ ഇന്ത്യക്കുമില്ല, ലോകത്തിനില്ലെന്ന് അദ്ദേഹം തർപ്പിച്ചു പറഞ്ഞു. ഒരു യുവാവെന്ന നിലയിൽ അതെൻ്റെ ഹൃദയത്തിൽ ആഴത്തിൽ അത് വേരോടി. ഇറ്റ് പെനട്രേറ്റഡ് മൈ ഹാർട്ട്, ഇറ്റ് പിയേഴ്സ് മൈ ഹാർട്ട്. അന്ന് മുതലാണ് ഞാൻ റോഡിലൊക്കെ പോയി പ്രസംഗിക്കാൻ തുടങ്ങിയത്. എൻ്റെ ക്രിസ്തീയ ശുശ്രൂഷ ആരംഭിക്കുന്ന തെരുവീതികളിലാണ്. ഇന്ന് ഞാൻ വളരെ എൻജോയ് ചെയ്യുന്നൊരു കാര്യമാണ്. കോളേജിൽ പോകുമ്പോൾ, ഞാൻ ഒത്തിരി തിയോളജി പറയാൻ ആഗ്രഹിക്കുന്നില്ല, പ്രാക്ടിക്കലായിട്ട് പറയാണ്. കോളേജിൽ പോകുമ്പോൾ ഞങ്ങൾ പ്രത്യേകിച്ച് ഫസ്റ്റ് ഇയർ MA ക്കൊക്കെ പോകുമ്പോൾ എൻ്റെ സ്നേഹിതൻ സാംസി സാമുവൽ പഠിപ്പിച്ചൊരു പാട്ട് പാടിക്കൊണ്ടാണ് പോകുന്നത്. Lead me to some soul today, oh teach me Lord just what to say. Friends of mine are lost in sin and cannot find their way. Few there are who seem to care and few there are who pray. Melt my heart and fill my soul, give me one soul today. ആ ലക്ഷ്യബോധത്തോടെ നമ്മൾ ക്യാമ്പസിൽ ഓരോ ദിവസവും പോവുകയാണെങ്കിൽ എങ്ങനെ ആത്മാക്കളെ കിട്ടായിരിക്കും. ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ തന്നെ എനിക്ക് നേരോട് യേശുവിനെ കുറിച്ച് പറയാൻ ഭാഗ്യമുണ്ടായിട്ടുണ്ട്. ഞാൻ ക്ലാസ്സിലെ ബെസ്റ്റ് സ്റ്റുഡൻ്റ് ആയിരുന്നുകൊണ്ട് എൻ്റെ അധ്യാപകരോട് എനിക്ക് സുവിശേഷം പറയാൻ അവസരം കിട്ടിയിട്ടുണ്ട്. സ്തോത്രം. ഞാനൊരു കോളേജ് അധ്യാപകനായപ്പോൾ ഒരു വിറ്റ്നസ് ആയിരുന്നു, ഒരു ഹീറോയിക് വിറ്റ്നസ് ആയിരുന്നു. നേപ്പാളിലൊരു വിറ്റ്നസ് ആയിരുന്നു, കാശ്മീരിലൊരു വിറ്റ്നസ് ആയിരുന്നു, മധ്യപ്രദേശ് വിറ്റ്നസ് ആയിരുന്നു, ആസാമിലൊരു വിറ്റ്നസ് ആയിരുന്നു.
1982 ദൈവം എന്നെ രണ്ടാമത് എല്ലാ സ്കൂൾ കോളേജ് ജീവിത ജോലി എല്ലാം വിട്ട് കർത്താവിൻ്റെ വേല കോളേജ് വിദ്യാർത്ഥികളുടെ പ്രവർത്തിപ്പാൻ വിളിച്ചു. 1982 സെപ്റ്റംബർ 7 ഇതുപോലൊരു ക്യാമ്പിൽ വെച്ചാണ് ഡോക്ടർ മുരളീധറാണ് എൻ്റെ തലയിൽ കൈവച്ച് എനിക്ക് ഓർഡിനേഷൻ തന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്നെന്ന പോലെ ഞാൻ ഓർക്കുന്നു. അന്ന് മുതൽ ഇന്ന് വരെയും കലാലയ വിദ്യാർത്ഥികളെ സ്നേഹിപ്പാനും അവരുടെ മധ്യ സുവിശേഷത്തിൻ്റെ ആ മഹത്വം വെളിപ്പെടുത്തുവാൻ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് പകൽക്കാലവും നിങ്ങൾ ഇനി തൊട്ട് കോളേജിൽ പോകുമ്പോൾ ഈ പ്രാർത്ഥന ഉണ്ടാകും, ലോർഡ് ഗീവ് മീ വൺ സോൾ ടുഡേ. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചോളം പഠിത്തമാണ് പ്രധാനം. മൂന്നാമത്തെയും കാര്യം പഠിത്തം തന്നെയാണ്. പക്ഷെ അതോടൊപ്പം തന്നെ സിനി ജോയിസ് മാത്യു പറയുന്നത് കോളേജിൽ പോകുന്നത് പഠിത്തമാണെങ്കിലും അതിനേക്കാൾ പ്രധാനമാണ് ക്രിസ്തുവിൻ്റെ ഒരു ഹീറോയ്ക്ക് വിറ്റ്നസ് ആകുന്നത്. പ്രൈസ് ദി ലോർഡ്. മറ്റൊരു പാട്ട് എന്തോ ദൈവം എനിക്ക് പ്രത്യേക പേര് തന്നിട്ടുണ്ട്. മറ്റൊരു കോഴ്സ് പാടുമായിരുന്നു. All power is given unto me, all power is given unto me, go into all the world and preach the gospel and lo, I am with you always. വേദികളിലല്ല ഇത് പാടി തുടങ്ങിയത്, നേപ്പാളിൽ പോയപ്പോഴല്ല ഇത് പാടിയത്. ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോൾ കോളേജിൽ ക്ലാസ് റൂമിലും ഈ പാട്ട് ചിലപ്പം പ്രശ്നം ഉണ്ടാക്കാതെ ഹം ചെയ്യുമായിരുന്നു, പാടുമായിരുന്നു. ഈ ഭൂമിയുടെ അധികാരം ജോർജ് ബുഷിൻ്റെ കയ്യിലല്ല, വാജ്പേയിയുടെ കയ്യിലല്ല, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കരങ്ങളിലാണ്. അതുകൊണ്ടാണ് ഒരു ദൈവദാസൻ എന്നോട് ശക്തിയായിട്ട് ഒരു വചനത്തിലൂടെ ഇടപെട്ടു. മത്തായി 28:18, 19, 20 നിങ്ങൾക്കറിയാം. അവിടെ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണ്? യേശു അടുത്തു ചെന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് അരുളി ചെയ്തു. പ്രിയ കുഞ്ഞുങ്ങളെ, 3 കാര്യം ഇവിടെ പറയുന്നുണ്ട്, നിങ്ങൾ മറക്കരുത്. 1, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എൻ്റെ യേശുവിൻ്റെ പക്കൽ, ദൈവത്തിൻ്റെ പക്കൽ. നമ്പർ 2, അതുകൊണ്ട് നിങ്ങൾ പോകണം, ഗോ, സുവിശേഷം അറിയിക്കണം. സുവിശേഷം അറിയിച്ചാൽ മാത്രം പോരാ, അവരെ ഡിസൈപ്പിൾസ് ആക്കണം. പോരാ, സ്നാനപ്പെടുത്തണം പിതാവിൻ്റെ പുത്രനെയും പരിശുദ്ധനെയും നാമത്തിൽ. പക്ഷെ ഒരു കാര്യം കർത്താവ് ഗ്യാരണ്ടി ചെയ്തിട്ടുണ്ട്, ലോകാവസാനം ഞാൻ നിങ്ങളോട് ഉണ്ട്. ഞാൻ നേപ്പാളിലെ ആ കുഗ്രാമത്തിലെ പർവ്വത മേടുകളിൽ പലപ്പോഴും രാത്രിയൊക്കെ ഒറ്റയ്ക്ക് ചിലപ്പോൾ യാത്ര ചെയ്യുന്ന സമയത്ത് എനിക്ക് കൊല്ലത്ത് ഞാൻ അനുഭവപ്പെടുന്നതിനേക്കാൾ യേശുവിൻ്റെ സാന്നിധ്യം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ധൈര്യത്തോട് പറയാം, നിങ്ങളെ ദൈവം എവിടെ അയച്ചാലും, അത് ലഡാക്കിൽ അയച്ചാലും, ഭൂമിയുടെ അറ്റത്തോളം എവിടെ അയച്ചാലും, മലബാറിൽ അയച്ചാലും, നോർത്ത് ഇന്ത്യയിൽ അയച്ചാലും, ഈസ്റ്റ് ഇന്ത്യയിൽ അയച്ചാലും, കർത്താവ് നിങ്ങളെ കൂടെ ഉണ്ടായിരിക്കുന്നതാണ്. വേറെ ഏത് ജോലിക്ക് പോയാലും കർത്താവ് കൂടെ ഉണ്ട്. എന്നാൽ സുവിശേഷ വേലയുമായി നിങ്ങൾ പോകുമ്പോൾ ഒരു പ്രത്യേക സാന്നിധ്യം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെൻ്റെ സ്വന്തം തിയോളജിയാണ്. വേറെ ചിലർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. സ്തോത്രം. ഞാൻ അത് അനുഭവിക്കുന്ന വ്യക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. ഇനി അതിപ്രധാനമായൊരു ചിന്തയിലേക്ക് നിങ്ങളെ കൊണ്ടുവരികയാണ്. കർത്താവ് 3 കൽപ്പന നമുക്ക് തന്നിട്ടുണ്ട്. 3 കൽപ്പനകൾ. 1-ാമത്തെ കൽപ്പന, 2-ാമത്തെ കൽപ്പന എന്ന് പറഞ്ഞ് മത്തായിയുടെ സുവിശേഷത്തിലും ലൂക്കോസ് സുവിശേഷത്തിലും 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. 3-ാമത്തെ അല്ലെങ്കിൽ അന്ത്യകൽപ്പന ഞാൻ ഇപ്പോൾ പറഞ്ഞതാണ്. അത് യോഹന്നാൻ്റെ സുവിശേഷത്തിലും ലൂക്കോസ് സുവിശേഷത്തിലും മർക്കോസ് സുവിശേഷത്തിലും മത്തായിയുടെ സുവിശേഷത്തിലും എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടക്കാം. അതാണ് മിഷൻ. എങ്കിൽ തന്നെ നമ്മുടെ ഇടയിൽ ഉപദേശത്തിന് ഊന്നൽ കൊടുക്കും, നല്ല കാര്യം, വളരെ നല്ല കാര്യം. എന്നാൽ കമാൻഡ്മെൻറ്റ്സ്, കർത്താവിൻ്റെ കൽപ്പനയ്ക്ക് ഊന്നൽ കൊടുക്കാറില്ല. അതിൻ്റെ ഒരു തെളിവ് ഞാൻ പറയാം. അന്ത്യകൽപ്പന എവിടെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ദൈവത്തിൻ്റെ 1ഉം 2ഉം കൽപ്പനകൾ ഏതെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടുകൂടി സ്നേഹിക്കണം. 2-ാമത്തതോ കൂട്ടുകാരനെ നിന്നെപ്പോലെ സ്നേഹിക്കണം. ഈ വാക്യം 2 ഒരിടത്ത് നിങ്ങളുള്ളത് ഏത് നിങ്ങളൊരു സ്റ്റുഡൻറ്റിന് പറയാമോ? നോക്കരുതേ, അല്ലെ നോക്കി പറഞ്ഞാൽ നോക്കാൻ സമയമില്ലല്ലോ. ചാടി വെടിപൊട്ടുന്ന പോലെ പറയാൻ ഒരാളുണ്ടായിരിക്കും ഞാൻ വിചാരിച്ചില്ല. അതാണ് നമ്മുടെ ഒരു ഡിഫക്റ്റ്. ആരാ
ബ്രദർ അതിൻ്റെ എക്സ്പെർട്ടാന്ന് തോന്നുന്നു വചനത്തിൻ്റെ. ഗുഡ്. എനിവേ ഐ അപ്രീഷിയേറ്റ് യു. ഏതാ വാക്യം? വാക്യം മത്തായി, ശരി, 37. പക്ഷേ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പം ഓർക്കാൻ എൻ്റെ വാക്യം ഞാൻ പറയാം. ലൂക്കോസ് 10:27. മറക്കരുത്, ഉറക്കത്തിൽ ചോദിച്ചാലും മറക്കരുത്. ലൂക്കോസ് 10:27 ഒന്ന് വായിച്ചേ. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണമെന്നും കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്നും തന്നെ എന്ന് ഉത്തരം പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ലൂക്കോസ് 10:27 കർത്താവിൻ്റെ പ്രഥമ കൽപ്പന, രണ്ടാമത്തെ കൽപ്പനയാണ്. ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അനേകർ, ഇവൻ വിശ്വാസികൾ, പെന്തിക്കോസ്തുകാർ പോലും യേശുവിനെ സാക്ഷിക്കാത്ത ഒരു കാലഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. അതിൻ്റെ ഒരു കാരണം അവരുടെ ഹൃദയം മറ്റു ചിലയിടത്താണ്, അവരുടെ നിക്ഷേപം മറ്റു ചിലയിടത്താണ്. ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും സ്നേഹിപ്പാൻ നാം തയ്യാറാണെങ്കിൽ, ഈ കൂട്ടുകാരൻ ആരാന്ന് കർത്താവ് പറയുന്നുണ്ട്, മറ്റുള്ളവരെ സ്നേഹിപ്പാൻ തയ്യാറാണെങ്കിൽ അന്ത്യകൽപ്പന സ്പോണ്ടാനിയസായിട്ട് വരും. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നത് പൂർണ്ണതയോടായിരിക്കണം. ഒരു പാട്ട് പാടിയത് പൂർണ്ണ ഹൃദയത്തോടായിരിക്കണം. ഒരു സ്തോത്രം പറഞ്ഞാൽ പൂർണ്ണ ഹൃദയത്തോടെ ആയിരിക്കണം. ഒരു സഹായ ഹസ്തം നീട്ടിയാൽ അത് പൂർണ്ണ ഹൃദയത്തോടെ, ഷെയ്ക്ക് ഹാൻഡ് ചെയ്താൽ അത് പൂർണ്ണ ഹൃദയത്തോടെ ആയിരിക്കണം. ആരാധിച്ചാൽ, സുവിശേഷം പറഞ്ഞാൽ അത് പൂർണ്ണ ഹൃദയത്തോടായിരിക്കണം. രണ്ടാമത്, കൂട്ടുകാരൻ ആരാണെന്ന് കർത്താവ് പറയുന്നുണ്ട്. പുരോഹിതൻ, ലേവിയ രണ്ടുപേരും കടന്നുപോയി. വീണ് കിടന്ന ആ മനുഷ്യനോട് കൂട്ടായ്മ കാണിച്ച ആരാണ്? ആ നല്ല ശബരിയക്കാരൻ, ഗുഡ് സമരിയൻ. ഞാൻ ഇതിനെക്കുറിച്ച് ധ്യാനിച്ചപ്പോൾ ദൈവം എന്നെ മനസ്സിലാക്കിയ ഒരു കാര്യം, സിമ്പിളായ കാര്യമാണ്, നിങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യം തന്നെ മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ സഭകളിൽ, നമ്മുടെ കൂട്ടായ്മകളിൽ പുരോഹിതന്മാർ ധാരാളമുണ്ട്. നമ്മളെല്ലാം റോയൽ പ്രീസ്റ്റ്ഹുഡാണല്ലോ. ലേവ്യരും ധാരാളമുണ്ട്. എന്നാൽ നല്ല ശമരിയക്കാർ വളരെ കുറവാണ്. ശരിയല്ലേ? അത് ലിറ്ററലായിട്ടായാലും ആത്മീയമായാലും. അവർ ചർച്ച് ഈസ് ഷോർട്ട് ഓഫ്